ഒരു സിനിമാ ചിത്രീകരണം ആളുകൾക്ക് ബുദ്ധിമുട്ടാവുകയും ആ വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ വരെ ഇടപെടേണ്ടി വരികയും ചെയ്ത ഒരു ദുരവസ്ഥയെക്കുറിച്ചാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഫഹദ് ഫാസിൽ നിർമ്മിക്കുന്ന പൈങ്കിളി എന്ന് പറയുന്ന സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. അക്കാര്യമാണ് ഇന്നത്തെ കാര്യത്തിൽ. സ്ഥലം അങ്കമാലി താലൂക്ക് ആശുപത്രിയുടെ അത്യാഹിത വിഭാഗമാണ്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മാത്രം വരുന്ന വളരെ പരിമിതികൾ ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. ഇവിടെയാണ് സിനിമാ ചിത്രീകരണം നടത്തിയത്. ഈ സിനിമാ ചിത്രീകരണ വേളയിൽ ഏറ്റവും ദുഃഖകരമായിട്ടുള്ളതും ഏറ്റവും ഗൗരവമായിട്ടുള്ള ഒരു വിഷയമായി തോന്നിയത് അത്യാഹിത വിഭാഗത്തിൽ പരിക്ക് പറ്റി വരുന്ന രോഗികളോട് പോലും ഈ ചിത്രീകരണ സമയത്ത് മിണ്ടരുത് എന്ന് പറഞ്ഞ് ചില തിട്ടൂരങ്ങൾ ഈ സിനിമാ പ്രവർത്തകർ ഏർപ്പെടുത്തി എന്നുള്ളതാണ്. സാധാരണക്കാരായ ജനങ്ങൾ ഓടിച്ചെല്ലുന്നത് നമ്മുടെ അങ്കമാലി താലൂക്ക് ഹോസ്പിറ്റലാണ്. അവിടേക്കുള്ള പ്രധാന കവാടം അത് കയറിട്ട് കെട്ടി 2 സെക്യൂരിറ്റിമാരെ നിർത്തിക്കൊണ്ട് സിനിമ ഷൂട്ടിങ് ഇതിനൊക്കെ അനുമതി കൊടുക്കുന്ന ആളുകളാണ്. ഒന്നില്ലെങ്കിൽ ഇതിൽ അഭിനയിക്കുന്ന കലാകാരന്മാർക്ക് ഒരു ബോധം വേണ്ടേ? അപ്പോൾ ഇത്തരത്തിലുള്ള പോക്കൃത്തരൊക്കെ ഇത് ഈ നാട്ടിൽ നടക്കുള്ളൂ. ഇത് ഇവർക്ക് ചെയ്യാനുള്ള ധൈര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല. ഇത് സാധാരണപ്പെട്ട ആളുകളാണ്. അവരുടെ ജീവന് ഒരു വിലയില്ല. വളരെ ചുരുങ്ങിയ ഒരു സ്ഥലമാണ് ഇവിടുത്തെ അത്യാഹിത വിഭാഗത്തിനുള്ളത്. അവിടെ ഉണ്ടായിരുന്നത് 50-ലധികം വരുന്ന സിനിമാ പ്രവർത്തകർ, അഭിനേതാക്കൾ ഉൾപ്പെടെ 50-ലധികം വരുന്ന ആളുകളാണ് ആ പ്രദേശത്തുണ്ടായിരുന്നത്. എന്തായാലും ഈ വിഷയം പുറത്തു വന്നതോടുകൂടി വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഈ വിഷയം കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ നേരിട്ടിടപെടുകയും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്നും ഇതിൽ നിന്നും റിപ്പോർട്ട് ആവശ്യപ്പെടുന്ന നടപടിയിലേക്ക് കടക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ സിനിമയുടെ ചിത്രീകരണം വ്യാഴാഴ്ചയാണ് നടന്നത്. വ്യാഴാഴ്ച അത്യാഹിത വിഭാഗത്തിൽ ഇത് നടക്കുന്നു. ഫഹദ് ഫാസിൽ നിർമ്മാണം നിർവഹിക്കുന്ന പൈങ്കിളി എന്ന് പറയുന്ന സിനിമയുടെ ചിത്രീകരണത്തിലാണ് ഇത്തരമൊരു ദുരവസ്ഥ സൃഷ്ടിക്കപ്പെടുകയും ആളുകൾക്ക് അത് ഗുരുതരമായിട്ടുള്ള ഒരു ശല്യമായി തന്നെ മാറുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരു സിനിമയുടെ ചിത്രീകരണം അതിൻ്റെ ഗൗരവത്തിൽ തന്നെ അത് നടത്തേണ്ടതാണ്. പക്ഷേ അത് ആളുകൾക്ക് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടാവരുത് എന്നുള്ള ഒരു സാമാന്യ മര്യാദ ഈ സിനിമാ പ്രവർത്തകർ കാണിച്ചില്ല എന്നുള്ളതാണ് ഈ വിഷയത്തെ ഗൗരവത്തിൽ എടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഫഹദ് ഫാസിലിൻ്റെ സിനിമയാണ്. അദ്ദേഹത്തിൻ്റെ സിനിമയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ ഇതൊക്കെ ഈ ശ്രദ്ധിക്കേണ്ട അംബാനെ എന്ന് ചോദിക്കുന്നത് പോലെയുള്ള ചോദ്യം അദ്ദേഹത്തോട് തന്നെ ചോദിക്കേണ്ട ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് അത്രമാത്രം ലഘുവായി കാണേണ്ട ഒരു വിഷയമല്ല എന്ന് മനസ്സിലാകുന്നതാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നുള്ള ഒരു കാര്യം. എന്തായാലും ആ സംഭവത്തെ തുടർന്ന് ഇനിയിപ്പോൾ 7 ദിവസത്തിനകം അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ആ റിപ്പോർട്ട് വന്നതിന് ശേഷമാവും ഇതിൽ ബാക്കിയുള്ള വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എന്തായാലും ഇത് ശക്തമായ രീതിയിലുള്ള പ്രതിഷേധത്തിനും വിമർശനങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാനാവില്ല.